ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന ഫിസിക്സിൻ്റെ ആൻസർ കീയാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തിൻ്റെ ആൻസർ കോപ്പറാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ സൗണ്ട് ട്രാവൽ വിത്ത് മോർ സ്പീഡ്? അത് കോപ്പറാണ് കേട്ടോ. രണ്ടാമത്തത് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോമോട്ടീവിൻ്റെ ഫോഴ്സ് വോൾട്ടാണ് കേട്ടോ, വോൾട്ട് വി. ദെൻ വാട്ട് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഓൺ ദി എർത്ത്? സൺ ആണല്ലേ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 0 ആണ് കേട്ടോ. ബോഡി ബാലൻസ്ഡ് ആകുമ്പം അതിൽ ഫോഴ്സ് ആക്ട് ചെയ്തത് എത്രയായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഫോഴ്സ് ഓഫ് 5 Newton, 10 Newton ആൻഡ് 15 Newton ആർ ആക്ടിങ് ഓൺ എ ബോഡി. വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇഫ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ആർ ബാലൻസ്ഡ്? അപ്പോൾ ബാലൻസ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് 0 ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്? അത് ബി ആണ് കേട്ടോ. ഓൾവേസ് പോസിറ്റീവ്, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം അത് പോസിറ്റീവ് മാത്രമായിരിക്കില്ല അല്ലേ, ഇടയ്ക്കൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ എനി 2 challenges ഫേസ്ഡ് ബൈ ഹിയറിംഗ് ഇമ്പയർഡ് പീപ്പിൾ. ഇപ്പോൾ കേൾവിശക്തി കുറവുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ചാലഞ്ചസ് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്, പിന്നെ സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇമോഷണൽ പ്രോബ്ലംസ്. അതൊക്കെ നമുക്ക് ജസ്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ, അതൊക്കെ സിമ്പിളായിരുന്നു. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. An object has a weight of 500 Newton in air. If it's float on water, what is its weight? അത് 500 തന്നെയായിരിക്കും. ഓക്കെ, then calculate the weight of water displaced by it when it is placed on water. അപ്പോൾ എന്താണ്? the weight of the water displaced is the same as the object's weight അല്ലേ. അപ്പോൾ സെയിം ആയിരിക്കും കേട്ടോ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിതിൽ 6ാമത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്? ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് കോൺസ്റ്റൻ്റ് ആണല്ലേ. ഇതെന്താണ്? പോസിറ്റീവാണ്. പോസിറ്റീവ് സ്ലോപ്പ് ആകുമ്പോൾ മൂവ് ഫോർവേഡാണ്. അപ്പോൾ അത് പോസിറ്റീവ് വെലോസിറ്റിയാണ്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്. ഞാൻ എല്ലാ ആൻസറും ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം എന്താണ്? യൂണിഫോം വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ് ആക്സിലറേഷൻ? അതെന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. യെസ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്സർവേഷൻ ആൻഡ് ടാബ്ലേറ്റ് ദം ഇൻ ദ ഗിവൻ ടേബിൾ. ഇവിടെ നോക്കാം, ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ACB ഇവിടെ വരുന്നു, എവിടെയാകുമ്പോൾ ACD ഇവിടെ B മാത്രം വരുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ നോക്കാം കേട്ടോ. ഇത് റിഫ്രാക്ഷനാണ്. അടുത്തത് ഇത് വരുമ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് ഇവിടെ വരുന്നത്. തൊട്ടടുത്തത് സി വരുന്നത് റിഫ്രാക്ഷനാണ് അല്ലേ, റിഫ്രാക്ഷനാണ് വരുന്നത്. അടുത്തത് D വരുന്നതും റിഫ്രാക്ഷനാണ്. ഓക്കെ ആണല്ലോ. ഞാനിവിടെ ബോക്സിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കുക, ഇവിടെ ഉള്ളതൊന്നും നോക്കണ്ട കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതും സിമ്പിളായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. വീണയിലാവുമ്പോൾ ഏത് പാട്ട് വെച്ചിട്ടാണ് അതിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക? അതിൻ്റെ സ്ട്രിങ് വെച്ചിട്ടാണ് അല്ലേ. ഓക്കെ, സ്ട്രിങ് ആണ്. ഇവിടെ വരുമ്പോൾ അത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ചെണ്ടയിലാകുമ്പോൾ ലെതർ ഡയഫ്രാണ്. ഇനി നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് കൊടുക്കാം? വുഡൻ ഫ്രെയിം അല്ലേ. അതിന് അസോസിയേറ്റിംഗ് വൈബ്രേറ്റിംഗ് പാർട്ട് ഏതാണ്? ചെണ്ടയിൽ വുഡൻ ഫ്രെയിം ആണല്ലേ. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ശരിയാക്കണം അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2ഉം ശരിയാണ്, 3ാമത്തെ C ആണ് തെറ്റ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് ഓൾസോ ഡബിൾഡ്. ഈ ഡബിൾഡ് തെറ്റാണ്. അത് 1/4 ആവുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, 1/4 ആവുകയാണ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് എന്താണ് പറഞ്ഞത്? അടുത്തത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി വിച്ച് ഡിക്രീസസ് ആസ് ഇറ്റ്സ് മൂവ്സ് അപ്പ്. മുകളിലേക്ക് പോകുമ്പോൾ എന്താവുന്നത്? ഈ മെക്കാനിക്കൽ എനർജി ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതാണ്? അത് കൈനറ്റിക് എനർജിയാണ് അല്ലേ. യെസ്, കൈനറ്റിക് എനർജിയാണ് എന്താവുക? മുകളിലേക്ക് പോകുമ്പോൾ കുറയുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൈനറ്റിക് എനർജിയാണ്. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി വെൻ ദ ബോഡി അറ്റൈൻ ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി? 0. ഓക്കെ ആണല്ലോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഗ്രാഫ് അബൌട്ട് ദിസ് മോഷൻ? ഈ മോഷന് ബേസ് ചെയ്തിട്ട് ഈ ഗ്രാഫിൽ ഏതാണ് കറക്റ്റ്? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് നോക്കുന്നത്. സോ നമ്മുടെ സെക്കൻഡ് ഗ്രാഫാണ് കറക്റ്റ് കേട്ടോ. ഈ ഗ്രാഫാണ് കറക്റ്റ്. ഓക്കെ, യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ഫിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നേരെ അങ്ങോട്ട് പോവും, ഇവിടെ വരുന്നു. അതിനെ നമ്മൾ വോൾട്ട് വി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം കറണ്ട് Q/T ആണ്, അതിന് ആംപിയർ ആണല്ലേ. ഓക്കെ, റെസിസ്റ്റൻസ് ആകുമ്പോൾ V/I ആണ്, അതിന് ഓം ആണ് അതിൻ്റെ യൂണിറ്റ് അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് അല്ലേ. യെസ്, 3 മാർക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യനും 13ഉം 14ഉം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 14-ന് എന്താണ്? മെക്കാനിക്കൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അതിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അറിയാം, ഡ്യൂ ടു പൊസിഷൻ മൂലവും കിട്ടും, അതുപോലെ തന്നെ ഡ്യൂ ടു കോൺഫിഗറേഷൻ മൂലം അല്ലേ. കോൺഫിഗറേഷൻ മൂലം നമുക്ക് കിട്ടുന്നുണ്ട്, കോൺഫിഗറേഷൻ മൂലവും കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. കോൺഫിഗറേഷൻ മൂലം കിട്ടുന്നത് കംപ്രസ്ഡ് സ്പ്രിങ് അല്ലേ. യെസ്, അപ്പം പൊസിഷൻ മൂലം കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളിത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. തെങ്ങിൻ്റെ മുകളിലിരിക്കുന്ന തേങ്ങ അല്ലേ. ഓക്കെ, കോക്കനട്ടിൻ്റെ കോക്കനട്ട് ട്രീ. ഓക്കെ, യെസ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ വയർ ഓഫ് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാസ് എ ലെങ്ത് ഓഫ് 18 cm. It has a resistance of 18 ohm. What is the resistance of 1 cm length of its wire? അത് 1 ohm ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The 18 cm long wire is cut into 3 parts of equal length. Calculate the effective resistance when these parts are connected. Okay, പാരലലാകുമ്പം എന്താ ചെയ്യേണ്ടത്? പാരലലാകുമ്പം നമുക്ക് 2 ആണ് കിട്ടുക, സീരീസിലാകുമ്പം 18 ആണ് കിട്ടുക. സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The velocity of a body of mass 20 kg changes from 2 meter per second to 10 meter per second in 8 seconds. What is its rate of change of momentum? അത് 20 ആണ് കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. സെയിം 20. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഫോഴ്സ്? 20 ഡിവൈഡഡ് ബൈ 20, 1 meter per second square. ഓക്കെ, വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി if this force is continued for 2 more seconds? അത് 12 meter per second ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. It is energy that is transformed into work when we do different activities. What do you mean by the term energy? What is its SI unit? SI unit എന്താണ്? J ആണ് അല്ലേ, ജൂളാണ്. J അല്ല, ജൂളാണ്. അതിനെ നമ്മൾ J വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നല്ലേ. ഓക്കെ, റൈറ്റ് ഡൗൺ എനി 2 similarities between work and energy. അതെന്താണ്? രണ്ടും സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. ബോത്ത് ആർ സ്കെയിലർ ക്വാണ്ടിറ്റി ആൻഡ് അതിൻ്റെ രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആണ് അല്ലേ. ഇതാണ് കേട്ടോ, യൂണിറ്റും സെയിം ആണ്, രണ്ടും സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി ഇൻ 100 ml ഓഫ് ഗ്രേപ്പ് ജ്യൂസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 64 calories. എക്സ്പ്രസ് ദിസ് ക്വാണ്ടിറ്റി ഇൻ ജൂൾ. നമ്മളിത് ഈ ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കലോറിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണെന്നല്ലേ. ഓക്കെ, എക്സ്പ്രസ് ദിസ് ക്വാണ്ടിറ്റി ഇൻ ജൂളിലേക്ക് മാറ്റുമ്പോൾ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 4.2 ഇട്ടിട്ട് നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി. അപ്പം നമുക്ക് ആൻസർ കിട്ടും ഇതാ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ആൻസർ കിട്ടും അല്ലേ. 64 × 4.2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടും. 268.8 കിട്ടും അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The intensity of electric current through a conductor is directly proportional to the dash. Potential difference ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ്. ഓക്കെ, അപ്പോൾ നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ റിലേറ്റഡ് ടു ദിസ്. അതേതാണ്? ഓംസ് ലോ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഓംസ് ലോ എഴുതുകയും വേണം കേട്ടോ. ഓംസ് ലോ ആണെന്ന് പറഞ്ഞിട്ട് അടുത്തത് നോക്കാം. നമുക്കിവിടെ ഒരു കോളം തന്നിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. V/I ആണ്. അപ്പം നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇവിടെ 6 കിട്ടും. ഫസ്റ്റ് കോളത്തിൽ 6 കിട്ടും നമുക്ക്. സെക്കൻഡ് കോളത്തിൽ 6.6 കേട്ടോ. 6.6 ആണ് കിട്ടുക. ഓക്കെ, ദെൻ ഡി ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ കറണ്ട് ഡിക്രീസസ് ഡ്യൂറിങ് സെക്കൻഡ് റീഡിങ്? രണ്ടാമത്തെ റീഡിങ്ങിൽ കറണ്ട് കുറയാനുള്ള കാരണം എന്താണെന്ന്. അതെന്താ കാരണം? ബിക്കോസ് ദ റെസിസ്റ്റൻസ് ഈസ് ഹൈ. ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ടാണ് ഇവിടെ കറണ്ട് കുറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ.
ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോയ്സ് എഫക്ട്സ് നോട്ട് ഓൺലി ഫിസിക്കൽ ഹെൽത്ത് നോയ്സ് എഫക്ട്സ് നോട്ട് ഓൺലി ഫിസിക്കൽ ഹെൽത്ത് ബട്ട് ഓൾസോ മെൻറ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. അപ്പോൾ ഹൗ ഡു നോയ്സ് ഡിഫർ ഫ്രം മ്യൂസിക്? നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സൗണ്ട് ദാറ്റ് ഹാസ് ഇറഗുലർ വൈബ്രേഷൻ ആൻഡ് അൺപ്ലസൻറ്റ് ടു ഹിയർ അല്ലേ? അത് കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അൺപ്ലസൻറ്റ് ടു ഹിയർ ആണ്. ഓക്കെ. പക്ഷേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂസിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് റെഗുലർ വൈബ്രേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ കേൾക്കാൻ നല്ല രസം ഉണ്ടാവും അല്ലേ? പ്ലസൻറ്റ് ടു ഹിയർ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, രണ്ടും സൗണ്ടാണ്, പക്ഷേ എങ്ങനെയാണ്? റെഗുലറും പ്ലസൻറ്റും ആയിരിക്കും ഏതിൽ? മ്യൂസിക്കിൽ. ഇറഗുലറും അതുപോലെ തന്നെ അൺപ്ലസൻറ്റും ആയിരിക്കും നോയ്സിൽ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സജസ്റ്റ് എനി ഫോം മീൻസ് ടു റെഡ്യൂസ് ദ ഇഫക്ട്സ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ. സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് നോക്കാം. ഓക്കെ, സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതിലേതെങ്കിലും ഏതെങ്കിലും 4 നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. റൈറ്റ് ഡൗൺ എനി 2 കോസസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ. എന്താണ്? അതും കൂടി നമ്മൾ എഴുതണമായിരുന്നു. അത് കാണിക്കാട്ടോ. ശബ്ദ മലിനീകരണത്തിൻ്റെ 2 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് നമുക്ക് എന്ത് എഴുതാം? ഫയർ ക്രാക്കേഴ്സ് എന്നും വരും, അതുപോലെ തന്നെ ട്രാഫിക് എന്നും വരും അല്ലേ? ഓക്കെ, ഇത് സി ക്വസ്റ്റിൻ്റെ ആൻസറാണ് കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഒരു വീഡിയോയിൽ അല്ലേ? ഓക്കെ, ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ എനി 2 കോസസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ. അതാണ് നമ്മൾ ഫയർ ക്രാക്കേഴ്സും ട്രാഫിക്കും ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, നമുക്ക് യെസ്. എ ബൾബ് ഓഫ് 6 ohm and another bulb of 12 ohm, a 9-volt battery, a switch and connecting wires are provided. Draw a circuit diagram using all the above components in such a way that a potential difference of 3 volt is obtained across 6 ohm bulb and 6 volt across 12 ohm bulb. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക കേട്ടോ. ഒന്നും കൂടി സൂം ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇനി സൂം ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ, സിമ്പിളായിട്ട് നമുക്കത് വരയ്ക്കാവുന്നതാണ്. ഇവിടെ വരയ്ക്കാൻ സ്പേസും ഇല്ല. ഓക്കെ, ഇതെങ്ങനെ പോകുന്നു? നമ്മളിവിടെ ഒരു ബൾബ് കൊടുക്കുന്നു, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോവും, അടുത്ത ബൾബ് കൊടുക്കുന്നു, ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടെ നമ്മൾ സ്വിച്ച് കൊടുക്കുന്നു. യെസ്, അപ്പോൾ ഇവിടെ 9 വോൾട്ട് വരും അല്ലേ? 9 വോൾട്ട് വരും. ഇവിടെ 6 ohm വരും, ഇവിടെ 12 വരും. ഓക്കെ ആണല്ലോ? യെസ്, ഇവിടെ താഴെ അത്രയും ചെയ്യാനേ പറ്റുന്നുള്ളൂ കേട്ടോ, അത്രയും സൂം ചെയ്യാനേ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? യെസ്, അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം. ദ കറന്റ് പാസിംഗ് ത്രൂ ദ ബൾബ് ഓഫ് റെസിസ്റ്റൻസ് 12 ohm is more than this current through the bulb of resistance 6 ohm. Do you agree with this statement? Justify. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എന്താ പറയുക, അഗ്രി ചെയ്യുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താ? ദ കറണ്ട് ഈസ് സെയിം ഇൻ സീരീസ് കണക്ഷൻ. കാരണം കറണ്ട് അവിടെ സെയിം ആയിരിക്കും. സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നിങ്ങളെല്ലാവരും എനിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് പാടായിട്ട് തോന്നി. മീൻസ് ഒരുപാട് പേർക്ക് എളുപ്പം ഉണ്ടാവുമായിരിക്കാം, പക്ഷേ എന്നാലും കുറച്ചൊക്കെ പാടുള്ള ക്വസ്റ്റ്യൻസും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ചൊരു പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി കേട്ടോ. എന്നാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ലെവൽ നിൽക്കുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, എന്തായാലും നമുക്കിനി അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ബൈ.